KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വണ്ണക്കോട്. പ്രധാന വാർത്തകൾ. മർക്കസ് കേരളത്തിന്റെ അഭിമാനം സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ. മർക്കസ് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ദക്ഷിണമേഖലാ സന്ദേശയാത്ര ഇന്ന് എറണാകുളം ജില്ലയിൽ. സന്ദേശയാത്ര നാളെ മലപ്പുറം ജില്ലയിൽ. സമരമാണ് ജീവിതം SSF 40ാം വാർഷികത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് I-ടീം സ്പെഷ്യൽ മീറ്റ് തൃശൂരിൽ. കൊച്ചി മെട്രോ അന്തിമ തീരുമാനം കേന്ദ്രമന്ത്രി കമൽനാഥ് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കമൽനാഥ് അടുത്ത മാസം 8-ന് കൊച്ചിയിൽ. വിലക്കയറ്റത്തിനെതിരെ LDF ഉപവാസം. വിലക്കയറ്റം തടയുന്നതിനുള്ള നടപടികൾ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം. മലപ്പുറം വേങ്ങരയിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 20-ലധികം വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച അധ്യാപകനെതിരെ കേസ്. ഡൽഹിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ പീഡനം, 3 പേർ അറസ്റ്റിൽ. UAEയിൽ കനത്ത മഴ, 400 വാഹനാപകടങ്ങൾ. വാർത്തകൾ വിശദമായി. കൊച്ചി മെട്രോ പദ്ധതി DMRC ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കേന്ദ്രമന്ത്രി കമൽനാഥ് അടുത്ത മാസം 8-ന് കൊച്ചിയിൽ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിയമസഭയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്വകാര്യ സംരംഭങ്ങൾക്കു മാത്രമേ സർക്കാർ ഭൂമി വിട്ടുകൊടുക്കൂ എന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തുണിക്കച്ചവടം, സ്വർണ്ണക്കച്ചവടം എന്നിവ തുടങ്ങാൻ വരുന്നവർക്ക് ഭൂമി നൽകുന്നത്, സർക്കാരിന്റെ ഭൂമി നൽകുന്നത് സർക്കാരിന്റെ നയത്തിന്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണോ? എമർജിംഗ് കേരളയിൽ വന്ന എഡ്യു ഹെൽത്ത് സിറ്റി പദ്ധതികളെക്കുറിച്ചുള്ള ചോദ്യോത്തരവേളയിലാണ് VD സതീശന്റെ സംശയം. സ്വകാര്യ സ്ഥാപനങ്ങൾ അവരുടെ ഭൂമിയിൽ തന്നെയാണ് പദ്ധതികൾ കൊണ്ടുവരുന്നതെന്നും സർക്കാർ അനുമതിയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂവെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമ്മൾ സർക്കാർ ഭൂമി ലീസ് കൊടുക്കുന്നത് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന തരം പ്രോജക്റ്റുകൾക്കാണ് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. പിന്നെ ആശുപത്രി, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന IT രംഗത്തൊക്കെ നമുക്ക് പ്രോജക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ഏത് രംഗത്താ വരിക? വ്യവസായങ്ങളുടെ പേരിൽ സർക്കാർ ഭൂമി നൽകിയിട്ടും ഇതുവരെ തുടങ്ങാത്ത സംരംഭകർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. കൊച്ചി മെട്രോയെക്കുറിച്ചുള്ള ആശങ്കകളാണ് പിന്നീട് ഉയർന്നത്. ആദ്യമേ തന്നെ ശ്രീധരന്റെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് ഇത് നടക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം അത് മാറ്റി നേതൃത്വം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള സർക്കാർ നടപടികൾ വിശദീകരിച്ച മന്ത്രി ആര്യാടൻ മുഹമ്മദ് പ്രതിപക്ഷത്തിന്റെ സംശയം ഇങ്ങനെ തീർത്തു. 8-ാം തീയതി മന്ത്രി ശ്രീ കമൽനാഥ് കേരളത്തിൽ വരികയാണ് സർ, എറണാകുളത്ത്. അന്ന് അത് പൂർണ്ണമായി ഫൈനലൈസ് ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ ലോട്ടറി വ്യാപനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതു സംബന്ധിച്ച് 40 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി KM മാണി രേഖാമൂലം നിയമസഭയെ അറിയിച്ചു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ നടപടികളെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി ഡിസംബർ 31-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തും. വിലക്കയറ്റം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന ഇടതുമുന്നണി യോഗത്തിലാണ് തീരുമാനം. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള ഉപവാസത്തിൽ പാർട്ടി സംസ്ഥാന നേതാക്കളും ഘടക കക്ഷികളിലെ സംസ്ഥാന ഭാരവാഹികളും MLA-മാരും MP-മാരും പങ്കെടുക്കും. ഇപ്പോൾ റേഷൻ കടയ്ക്കായിട്ട് നമ്മൾ 60,000 ടൺ അരി നമ്മൾ എടുക്കുകയാണ്. 60,000 ടൺ തീരുന്നതിന്റെ പിറകെ അടുത്ത അലോട്ട്മെന്റും ലഭ്യമാവും. അത് കേന്ദ്ര ഗവൺമെന്റ് OMS സ്കീമിൽ എത്ര അരി നമ്മൾ ആവശ്യപ്പെടുന്നു അത്രയും തരുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണ്.
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് റെയിൽവേ വഴി വരുന്ന അരി വാഗണുകൾ എത്താൻ വൈകുന്നതാണ് വില വർദ്ധിക്കാനും ക്ഷാമത്തിനും കാരണമാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ആന്ധ്രയിലെ ഗോദാവരിയിൽ നിന്ന് 12-ാം തീയതി പുറപ്പെട്ട ട്രെയിൻ ഇതുവരെ കേരളത്തിലെത്തിയിട്ടില്ലെന്നും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചതായും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനം അതിരൂക്ഷമായ വരൾച്ചാ ഭീഷണിയിലാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരൾച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം, കൊല്ലം, വയനാട്, ഇടുക്കി ജില്ലകളെ ഇതിനോടകം വരൾച്ചാബാധിത ജില്ലകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ജില്ലകളെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യമാണുള്ളത്. നാളെ അടിയന്തരമായി ദുരന്ത നിവാരണ സമിതി യോഗം ചേരുമെന്നും അതിനുശേഷം തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വരൾച്ച മൂലമുണ്ടാകുന്ന നാശനഷ്ടം മറികടക്കാൻ കർഷകർക്ക് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തും. ഇതിന്റെ പരീക്ഷണ പദ്ധതി പാലക്കാട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വരൾച്ചാബാധിത ജില്ലകൾക്ക് കൂടുതൽ ഫണ്ട് നൽകുന്ന കാര്യം പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബാംഗ്ലൂർ സ്ഫോടന കേസിൽ കുറ്റമാരോപിക്കപ്പെട്ട് പരപ്പന അഗ്രഹാർ ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദനിക്ക് നീതിയും മാനുഷിക പരിഗണനയും നൽകണമെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. ജാമ്യം നിഷേധിക്കപ്പെട്ട് ഇപ്പോഴും തുടരുന്ന വിചാരണ തടവ് ആശങ്ക ഉളവാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ബായാർ മുജമ്മയിൽ നടന്ന മാസാന്ത സ്വലാത്ത് മജ്ലിസിൽ മുജമ്മ വിസ്ഡം വില്ലേജ് പ്രഖ്യാപനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഅദനി കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കുന്നതിന് എതിരല്ല. അതേസമയം അദ്ദേഹത്തിന്റെ വിചാരണ തടവ് നീണ്ടുപോകുന്നത് വളരെ ആശങ്കാജനകമാണ്. ഈ വിഷയം ധരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയെ നേരിൽ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദനിക്ക് ആവശ്യമായ ചികിത്സ നൽകണമെന്ന് UDF യോഗം കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ജനുവരി 3-ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കർണാടക മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിക്കും. മഅദനിയുടെ ചികിത്സ മാനുഷിക പരിഗണന നൽകേണ്ട വിഷയമാണ്. ഇക്കാര്യത്തിൽ കർണാടക സർക്കാരിൽ നിന്ന് പരമാവധി സഹായം ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ മുന്നണി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി കൺവീനർ PP തങ്കച്ചൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം വേങ്ങരയിൽ പ്രൈമറി ക്ലാസുകളിലെ വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപകനെതിരെ വേങ്ങര പോലീസ് കേസെടുത്തു. അറബിക് അധ്യാപകൻ UK മുഹമ്മദിനെതിരെയാണ് പീഡനത്തിന് കേസെടുത്തിട്ടുള്ളത്. അധ്യാപകൻ കുറ്റക്കാരനാണെന്ന ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ റിപ്പോർട്ടും മാധ്യമവാർത്തയും പരിഗണിച്ചാണ് കേസെടുത്തത്. മലപ്പുറം വേങ്ങരയിൽ 40-ലധികം വിദ്യാർത്ഥിനികളെ അധ്യാപകൻ 2 വർഷമായി ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായി കഴിഞ്ഞ ദിവസമാണ് പരാതി ഉയർന്നത്. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. നിലവിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 20-ലധികം കുട്ടികളെയാണ് അധ്യാപകൻ ലൈംഗികമായി ചൂഷണം ചെയ്തത്. ഇത്തവണ 4-ലേക്ക് എത്തിയ വിദ്യാർത്ഥിനികളിൽ പലരും പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നും രക്ഷകർത്താക്കൾ പറയുന്നു. വന്നിട്ട് പിന്നെ ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ സ്കൂളിൽ ആദ്യം വന്നിട്ട് എല്ലാ കുട്ടികളോടും ചോദിച്ചു. ആ കുട്ടികളെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്ന് സ്കൂളിൽ പറഞ്ഞു, പരാതി പറഞ്ഞു. അപ്പോൾ ടീച്ചർ വന്നിട്ട് ചോദിച്ചപ്പോഴാണ് കുട്ടികളെ കാര്യങ്ങൾ പറയുന്നത്. PTA യോഗത്തിൽ അധ്യാപകനെ സ്കൂളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യമുയർന്നെങ്കിലും ആദ്യം രേഖാമൂലം പരാതി നൽകാൻ ആരും തയ്യാറായില്ല. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിൽ അധ്യാപകനെതിരായ ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഡൽഹിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൂട്ടമാനഭംഗത്തിനിരയാക്കിയ സംഭവത്തിൽ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തു. 4 പേരെ കസ്റ്റഡിയിലെടുത്തു. ഡൽഹിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും മഹിളാ സംഘടനകളും തെരുവിലിറങ്ങി. പീഡനം നടന്ന സ്വകാര്യ ബസിന്റെ ഡ്രൈവർ രാംസിംഗ്, സഹോദരൻ യോഗേശ്വർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവം നടക്കുമ്പോൾ ഇവർ 2 പേരും വാഹനത്തിലുണ്ടായിരുന്നു. രാംസിംഗ് മറ്റുള്ളവർക്കൊപ്പം പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ യോഗേശ്വർ ആയിരുന്നു വാഹനം ഓടിച്ചത്. അറസ്റ്റിലായ 3-ാമത്തെ വ്യക്തിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സംഭവ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന 7 പേരെയും ഇന്നലെ തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. പീഡനം നടന്ന ബസ് ഡൽഹിക്കു സമീപം നോയിഡയിൽ കണ്ടെത്തി. പെൺകുട്ടിയെയും സുഹൃത്തിനെയും മർദ്ദിക്കാൻ ഉപയോഗിച്ച ഇരുമ്പുദണ്ഡും കണ്ടെടുത്തു. ഗുരുതരമായ പരിക്കുകളോടെ സഫ്ദർജംഗ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല. വെന്റിലേറ്ററിൽ കഴിയുന്ന പെൺകുട്ടിക്ക് ബോധം തിരിച്ചുകിട്ടിയതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഡൽഹിയിൽ സ്വകാര്യ ബസ്സിൽ വിദ്യാർത്ഥിനിയെ കൂട്ടമാനഭംഗത്തിനിരയാക്കിയ സംഭവത്തിൽ പാർലമെന്റിൽ വൻ പ്രതിഷേധം. ബലാത്സംഗ കേസുകളിലെ പ്രതികളെ തൂക്കിക്കൊല്ലണമെന്ന് പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് ആവശ്യപ്പെട്ടു. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ തുടർന്ന് ഇരുസഭകളും നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു.
ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ സംഭവത്തെക്കുറിച്ച് പ്രസ്താവന നടത്തണമെന്നും ബിജെപിയിലെ വനിതാ എംപിമാർ ഡൽഹിയിൽ ധർണ നടത്തുമെന്നും സുഷമ സ്വരാജ് അറിയിച്ചു. ഗുജറാത്ത് തിരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ 69% പോളിംഗ്. ഇന്നലെ നടന്ന രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പിൽ 2 കോടിയോളം പേർ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. മുഖ്യമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി ഹാട്രിക് തികക്കുമോ അതോ അട്ടിമറി വിജയം വഴി 22 വർഷത്തിനുശേഷം കോൺഗ്രസ് തിരിച്ചെത്തുമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന നിർണായക തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 20-ന് വ്യാഴാഴ്ച നടക്കും. 95 മണ്ഡലങ്ങളിലെ 23,318 പോളിംഗ് ബൂത്തുകളിൽ നടന്ന വോട്ടെടുപ്പിൽ ആദ്യഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി നേരിയ തോതിലുള്ള സംഘർഷമുണ്ടായി. ബിജെപിയുടെയും കോൺഗ്രസിന്റെയും കണക്കുകൂട്ടലുകളെയെല്ലാം മറികടന്ന പോളിംഗാണ് ഇത്തവണ ഗുജറാത്തിലുണ്ടായത്. ഒന്നാം ഘട്ടത്തിൽ 70.75%, രണ്ടാം ഘട്ടത്തിലും റെക്കോർഡ് പോളിംഗ്. അവസാനം വോട്ടെടുപ്പ് നടന്ന 95 മണ്ഡലങ്ങളിലെ മിക്ക ബൂത്തുകളിലും തുടക്കം മുതൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു. മുഖ്യമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിഷാൻ ഹൈസ്കൂളിൽ വോട്ട് ചെയ്തു. ബിജെപി ഭരണത്തിൽ ഹാട്രിക് തികയ്ക്കുമെന്ന് മോദി അവകാശപ്പെട്ടു. പശ്ചിമഹൽ ജില്ലയിലെ തെർസംഗ് ഗ്രാമത്തിൽ ബിജെപി എംഎൽഎ ജേതാ ബർവദിന്റെ അംഗരക്ഷകർ നടത്തിയ വെടിവയ്പിൽ 3 പേർക്ക് പരിക്കേറ്റു. കല്ലേറിൽ ബർവദിനും പരിക്കുപറ്റി. ഈ സംഭവം ഒഴിച്ചാൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയ്ക്ക് സമീപം പാറയിൽ മിനി ലോറിയിൽ കടത്തുകയായിരുന്ന 1200 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് അധികൃതർ പിടികൂടി. ലോറിയിലുണ്ടായിരുന്ന 2 തൃശൂർ സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് അതിർത്തി ജില്ലകളിൽ എക്സൈസ് പരിശോധന കർശനമാക്കിയതിന് പിന്നാലെയാണ് സ്പിരിറ്റ് പിടികൂടിയത്. പാലക്കാട് എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരും ഇന്റലിജൻസ് വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് ലോറി പിടിയിലായത്. എക്സൈസ് കമ്മീഷണർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മിനി ലോറിയിൽ 35 ലിറ്റർ ശേഷിയുള്ള 37 കന്നാസുകളിലായിരുന്നു സ്പിരിറ്റ്. ലോറിയുടെ പ്ലാറ്റ്ഫോമിൽ പ്രത്യേക തട്ടുണ്ടാക്കി അതിനടിയിലാണ് കന്നാസുകൾ സൂക്ഷിച്ചിരുന്നത്. പുറമേക്ക് പ്ലാറ്റ്ഫോം കാലിയാണെന്ന് തോന്നും വിധമായിരുന്നു ക്രമീകരണം. പെരിഞ്ഞനം സ്വദേശികളായ രതീഷ്, ശരത് രാജ് എന്നിവരാണ് പിടിയിലായത്. സ്പിരിറ്റ് പൊള്ളാച്ചിയിൽ നിന്നും തൃശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പിടിയിലായവർ മൊഴി നൽകി. കിണത്തക്കടവ് ഭാഗങ്ങളിൽ തെങ്ങിൻ തോപ്പുകളിലും കോഴി ഫാമുകളിലും വൻതോതിൽ കണ്ടെയ്നറിൽ 450-500 കന്നാസ് സ്പിരിറ്റുകൾ രഹസ്യമായി സൂക്ഷിച്ച് കാലിവണ്ടികളിലും ആഡംബര കാറുകളിലും കേരളത്തിലേക്ക് വ്യാപകമായിട്ട് ഹാപ്പി ന്യൂ ഇയർ പ്രമാണിച്ച് കടത്തിക്കൊണ്ടുവരികയാണ്. അവിടെ 50 രൂപ വിലയുള്ള ഈ സാധനം കേരളത്തിൽ എത്തുന്ന സമയത്ത് ഇവിടുത്തെ ബ്ലാക്ക് മാർക്കറ്റിലെ വില 290 രൂപയാണ്. ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കി ഊടുവഴികളിലൂടെ ലോറി അതിർത്തി കടന്നതായാണ് സംശയിക്കുന്നത്. സ്പിരിറ്റിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. ഇതിനായി തമിഴ്നാട് എക്സൈസിന്റെ സഹായം തേടും. ക്ലാസ് മുറികളിൽ 20 കുട്ടികളും 6 അധ്യാപകരും വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ തോക്കുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കൈവശം വെക്കുന്നത് നിരോധിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. അമേരിക്കയെ ഞെട്ടിച്ച കൂട്ടക്കൊലയുടെ ആഘാതം വിട്ടുമാറുന്നതിനു മുമ്പ് തന്നെ നിയമനിർമ്മാണം നടത്തണമെന്ന തീരുമാനത്തിൽ പ്രസിഡന്റ് ബറാക് ഒബാമ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വൈസ് പ്രസിഡന്റ് ജോ ബൈഡൻ, ക്യാബിനറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായാണ് ഒബാമ ഇന്നലെ വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തിയത്. US അറ്റോർണി ജനറൽ എറിക് ഹോൾഡൺ, വിദ്യാഭ്യാസ സെക്രട്ടറി ആർനെ ഡെങ്കൻ, ആരോഗ്യ മനുഷ്യസേവന സെക്രട്ടറി കാതലിൻ സെബുലൻസ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നിയമം നടപ്പാക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്താനും തീരുമാനങ്ങൾ എടുക്കാനും ഒബാമ വൈസ് പ്രസിഡന്റ് ജോ ബൈഡനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. വടക്കൻ പറവൂരിലെ നോർത്ത് കുത്തിയതോടിലെ ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി. ഇന്ന് പുലർച്ചെ 2 മണിക്കായിരുന്നു സംഭവം. സ്ഫോടനത്തിൽ നിർമ്മാണശാല പൂർണ്ണമായും തകർന്നു. സംഭവത്തിൽ സമീപത്തെ 10ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. 10ഓളം തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. സ്ഫോടനം രാവിലെയായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇന്നത്തെ സ്വർണ്ണവില തുടർച്ചയായി താഴേക്ക് വന്ന സ്വർണ്ണവില ഇന്ന് തിരിച്ചു കയറി. പവന് 160 രൂപയാണ് ഇന്ന് കൂടിയത്. ഇതോടെ വില 23,360 രൂപയിലെത്തി. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 2,920 രൂപയായി. കഴിഞ്ഞ വ്യാഴാഴ്ച 23,160 രൂപയിലെത്തി. ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയ പവൻ വില വെള്ളിയാഴ്ച 23,200 രൂപയായി ഉയർന്നെങ്കിലും തിങ്കളാഴ്ച വരെ ആ നിലവാരത്തിൽ തുടരുകയായിരുന്നു. ഗൾഫ് വാർത്തകൾ.
സൗദി അറേബ്യയിലെ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വദേശികൾക്കിടയിലും നിത്താക്കാത്ത് ഏർപ്പെടുത്തുമെന്ന് തൊഴിൽ മന്ത്രാലയം. സ്വദേശികളുടെ യോഗ്യതയും മികവും സ്ഥിരതയും പരിഗണിച്ചായിരിക്കും ആളുകളെ തരംതിരിക്കുക. അതേസമയം വിദേശികളിൽ നിന്ന് ഈടാക്കുന്ന ലെവി സ്വദേശികൾക്ക് ജോലി നൽകുന്ന സ്വകാര്യ കമ്പനികൾക്ക് തന്നെ നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സ്വകാര്യ മേഖലയിൽ സ്വദേശി ജോലിക്കാരുടെ ചാട്ടം അവസാനിപ്പിക്കുന്നതിനും തൊഴിൽ മേഖലയിലെ അസ്ഥിരത ഒഴിവാക്കുന്നതിനും പുതിയ നിയമം കൊണ്ടുവരുന്നത് പരിഗണനയിലാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ നിയമത്തിലൂടെ സ്വകാര്യ മേഖലയിലെ സ്ഥാപന ഉടമകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കും. സ്വകാര്യ മേഖലയിൽ വിദേശികൾക്ക് ലെവി ഏർപ്പെടുത്താനുള്ള തീരുമാനം പെട്ടെന്ന് എടുത്തതല്ലെന്നും മന്ത്രാലയം അറിയിച്ചു. കുറഞ്ഞ ചെലവിൽ വിദേശികളെ ജോലിക്കെടുക്കുന്നത് സ്വദേശികൾക്കുള്ള അവസരം നഷ്ടപ്പെടുത്തലാണ്. രാജ്യത്തെ ജോലിയുടെ അവകാശം സ്വദേശികൾക്കാണ്. അതുകൊണ്ട് തന്നെ ജോലി സ്വദേശികൾക്ക് നൽകാൻ സ്വകാര്യ മേഖല ബാധ്യസ്ഥരാണ്. രാജ്യത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി സ്വകാര്യ കമ്പനികളുടെ സഹായത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതിന് മുനിസിപ്പൽ ഗ്രാമ മന്ത്രാലയവുമായി തൊഴിൽ മന്ത്രാലയം സഹകരിക്കും. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ കനത്ത മഴ പെയ്തു. മഴയും മൂടൽമഞ്ഞും കാരണം ഏതാണ്ട് 400 വാഹനാപകടങ്ങൾ സംഭവിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ദുബൈയിൽ മാത്രം രാവിലെ 6-നും ഉച്ചയ്ക്ക് 1-നുമിടയിൽ 7 മണിക്കൂറിനകം 330 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൈകിട്ട് എമിറേറ്റ്സ് റോഡിലുണ്ടായ അപകടത്തിൽ 3 ദക്ഷിണേന്ത്യക്കാർ മരിച്ചു. ദുബൈയിൽ രാവിലെ 6-നും ഉച്ചയ്ക്ക് 1-നുമിടയിൽ പോലീസ് കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്ത 330 അപകടങ്ങളിൽ 6 ഗുരുതരമാണ്. അപകടങ്ങളെയും പരിക്കേറ്റവരെയും സംബന്ധിച്ച വിശദവിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ട് 3:10-നാണ് എമിറേറ്റ്സ് റോഡിലെ വർക്ക ഇന്റർചേഞ്ചിലുണ്ടായ അപകടത്തിൽ 3 ദക്ഷിണേന്ത്യക്കാർ മരിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ലോകവ്യാപകമായി ആചരിച്ചുവരുന്ന ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ദുബായ് നഗരസഭ സംഘടിപ്പിച്ച ക്ലീൻ അപ്പ് ദി വേൾഡ് പരിപാടിയിൽ ഈ വർഷവും ഏറ്റവും കൂടുതൽ സന്നദ്ധ സേവകരെ അണിനിരത്തിയ ദുബായ് സോൺ RSC പ്രവർത്തകർ നഗരസഭ അധികൃതരിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. അബ്ദുൽ മജീദ് സിഫായി, എഞ്ചിനീയർ സൊലാഹ് അമീദ, ഖാലിദ് മുഹ്സിൻ എന്നിവർ സംബന്ധിച്ചു. തുടർച്ചയായ 5ാമത്തെ വർഷമാണ് റിസാല സ്റ്റഡി സർക്കിൾ ക്ലീൻ അപ്പ് ദി വേൾഡ് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നത്. ഈ വർഷം പരിസര ശുചീകരണ ബോധവൽക്കരണത്തിനായി RSC 3 ഭാഷകളിലായി 25,000 ലഘുലേഖകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. 4 ദിവസങ്ങളിലായി ദുബൈയിൽ നടന്ന ശുചീകരണ യജ്ഞ ക്യാമ്പയിനിൽ 40,000-ഓളം സന്നദ്ധ സേവകർ പങ്കെടുക്കുകയും 13,000 ടൺ മാലിന്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. സർഗവസന്തങ്ങളുടെ മഴപ്പെയ്ത്തായി റിയാദിൽ നടന്ന റിസാല സ്റ്റഡി സർക്കിൾ RSC സൗദി നാഷണൽ സാഹിത്യോത്സവിൽ 168 പോയിന്റോടെ 2ാം സ്ഥാനം നേടിയ ദമാം സോണിലെ പ്രതിഭകളെ അനുമോദിച്ച് സോൺ കമ്മിറ്റി പ്രതിഭാസംഗമം നടത്തി. ദമാം ICF ഹാളിൽ നടന്ന സംഗമം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് അഹ്സനി ഉദ്ഘാടനം ചെയ്തു. മൂല്യങ്ങൾ നഷ്ടപ്പെടാത്ത വിധം വിദ്യാർത്ഥികളുടെ കലാവാസനകൾ ഇസ്ലാമിക പരിധിയിൽ നിന്നുകൊണ്ട് മുന്നേറണമെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. RSC ദമാം സോൺ ചെയർമാൻ മഹ്മൂദ് സഖാഫി അധ്യക്ഷത വഹിച്ചു. നാഷണൽ ഉപാധ്യക്ഷൻ അബ്ദുൽ ബാരി നദ്വി, ബഷീർ പേരാമ്പ്ര, അഷ്റഫ് ഒളവട്ടൂർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആസുരതകളിലെ ദുരപേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ വിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ ഹൃദയങ്ങളിൽ ഉഷസിന്റെ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ 35 വർഷങ്ങൾ. മർക്കസ് 35ാം വാർഷിക മഹാസമ്മേളനം 2013 ജനുവരി 4 മുതൽ 6 വരെ കോഴിക്കോട് മർക്കസ് നഗരിയിൽ. ഇന്ത്യയിലും വിദേശത്തുമായി 30-ൽ പരം ക്യാമ്പസുകൾ, 100ഓളം സ്ഥാപനങ്ങൾ. ജീവകാരുണ്യ മേഖലയിലെ മികവിന് അന്താരാഷ്ട്ര അംഗീകാരം. ഈ മാനവിക മുന്നേറ്റത്തിൽ പങ്കാളികളാവുക. മർക്കസ്, ഷേപ്പിംഗ് എ കൾച്ചർ. 35 years of educational revivalism and social empowerment. Marcus 35th Annual Conference and Convocation 2013, January 4th, 5th and 6th at Marcus Nagar, Calicut. More than 30 campuses and 100 institutions throughout India and abroad. International merit achievements and recognition for charity services. Be a part of this humanitarian movement. Marcus, shaping a culture. സംഘടനാ വാർത്തകൾ. സമരമാണ് ജീവിതം എന്ന ശീർഷകത്തിൽ നടത്തുന്ന SSF 40ാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി രൂപവൽക്കരിച്ച ഐടീമിന്റെ സ്റ്റേറ്റ് തല സ്പെഷ്യൽ മീറ്റ് ഈ മാസം 19-ന് തൃശൂരിൽ നടക്കും. സമ്മേളന കർമ്മ പദ്ധതി, ഐടീം ചുമതല വിഭജനമടക്കം സുപ്രധാന അജണ്ടകൾ ചർച്ച ചെയ്യും.
വൈകിട്ട് 6 മണിക്ക് തൃശൂർ ദാദാഘോഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് SSF മുൻ സംസ്ഥാന പ്രസിഡന്റ് PK ബാവതാരിമി ഉദ്ഘാടനം ചെയ്യും. സ്റ്റേറ്റ് ഐ ടീം, സ്റ്റേറ്റ് ക്യാമ്പസ് ഐ ടീം, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും. വെണ്ണക്കോട് യൂണിറ്റ് SSF SY സംഘടിപ്പിക്കുന്ന നസീഹ 2012ന്റെ 3ാം ദിവസമായ ഇന്ന് അബ്ദുറഷീദ് സഖാഫി ഏലംകുളം സംസാരിക്കും. ഇന്നലെ നടന്ന പ്രഭാഷണവേദി മദ്രസ സദർ ഖാസിം മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ OP സേതലവി മദനി ഉദ്ഘാടനം ചെയ്തു. തിരുനബി സ്നേഹസ്മരണകൾ എന്ന വിഷയത്തിൽ VPA തങ്ങൾ ആട്ടീരി പ്രഭാഷണം നടത്തി. നാളെ വൈകിട്ട് 7 മണിക്ക് നമ്മുടെ സംസ്കാരം എന്ന ശീർഷകത്തിൽ ദേവർശ്വല അബ്ദുസലാം മുസ്ലിയാർ സംസാരിക്കും. ഇന്ന് നടക്കുന്ന പ്രഭാഷണം T ഹുസൈൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ KTC അബൂബക്കർ ഉദ്ഘാടനം ചെയ്യും. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്ന ശീർഷകത്തിലാണ് അബ്ദുറഷീദ് സഖാഫി ഏലംകുളം സംസാരിക്കുന്നത്. പരിപാടികൾ 25-ന് സമാപിക്കും. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപന സമ്മേളനം ഇന്ന് ഊട്ടിയിൽ നടന്നു. രാവിലെ ഊട്ടി ഗവി ഷെരീഫ് മക്കാം സിയാറത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. രാവിലെ 10 മണിക്ക് ഊട്ടി മെട്ടുച്ചേരി ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന പ്രഖ്യാപന സമ്മേളനം സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി AK അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. MA അബ്ദുറഹീം ബാക്കവി കോയമ്പത്തൂർ അധ്യക്ഷത വഹിച്ചു. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ കേരള സംസ്ഥാന സെക്രട്ടറി അബു ഹനീഫ് അൽ ഫൈസി, SMA കേരള സംസ്ഥാന സെക്രട്ടറി VM കോയ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ലോക അറബിക് ദിനമായ ഇന്ന് മഅദിൻ ക്യാമ്പസിൽ അറബിക് ദിനാചരണവും അഖില കേരള അറബിക് മാഗസിൻ മത്സര വിജയികൾക്കുള്ള അവാർഡ് ദാനവും നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് അറബി ഭാഷ ഉത്ഭവവും വികാസവും എന്ന വിഷയത്തിൽ ഡോക്ടർ അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി അൽ അസ്ഹരി ക്ലാസ് എടുത്തു. വൈകിട്ട് 4 മണിക്ക് നടന്ന സെമിനാർ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗം തലവൻ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ജഹാംഗീർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി, ഇബ്രാഹിം ബാക്കവി മേൽമുറി തുടങ്ങിയവർ സംബന്ധിച്ചു. അറബി ഭാഷാ രംഗത്തെ മികച്ച പ്രതിഭകൾക്കായി മഅദിൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഷെയ്ഖ് സെയ്ദ് അഹമ്മദുൽ ബുഖാരി മെമ്മോറിയൽ അവാർഡിന്റെ പ്രഥമ ജേതാവിനെ സംഗമത്തിൽ പ്രഖ്യാപിച്ചു. SSF ഫറൂഖ് ഡിവിഷൻ പ്രതിനിധി സമ്മേളനവും റാലിയും ഈ മാസം 22, 23 തീയതികളിൽ ചാലിയത്ത് നടക്കും. പരിപാടിയുടെ സ്വാഗത സംഘ രൂപവൽക്കരണ കൺവെൻഷൻ SSF സംസ്ഥാന ട്രഷറർ അബ്ദുൽ ജലീൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ഉസ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. കല്ലേരി CM വലുല്ലാഹി മെമ്മോറിയൽ ICCയിൽ മാസം തോറും നടന്നുവരാറുള്ള ദിക്ർ ഹൽക്കയും മർക്കസ് പ്രചാരണവും ഇന്ന് 7 മണിക്ക് ICC ജുമാ മസ്ജിദിൽ നടക്കും. ബഷീർ മുസ്ലിയാർ ചെറൂപ്പ സമ്മേളന പ്രഭാഷണം നടത്തും. കോഴിക്കോട് നോർത്ത് മേഖല SYS ആദർശ പഠന ക്യാമ്പ് ഈ മാസം 23-ന് 2 മണിക്ക് പറമ്പത്ത് CM സെന്ററിൽ നടക്കും. ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി, റഹ്മത്തുള്ള സഖാഫി എന്നിവർ ക്ലാസ് എടുക്കും. മേഖലാ പ്രവർത്തക സമിതി മെമ്പർമാരും യൂണിറ്റ് ഭാരവാഹികളും ക്യാമ്പിൽ പങ്കെടുക്കുന്നതാണ്. വൈകിട്ട് 7 മണിക്ക് പറമ്പത്ത് ബസാറിൽ നടക്കുന്ന ആദർശ സമ്മേളനത്തിൽ നൌഷാദ് അഹ്സനി, ബഷീർ സഖാഫി നല്ലളം തുടങ്ങിയവർ പ്രസംഗിക്കും. തൗഹീദ് അജഞ്ചലമാണ് എന്ന ശീർഷകത്തിൽ അലവി സഖാഫി കൊളത്തൂർ ഇന്ന് വൈകിട്ട് 7 മണിക്ക് പാങ് ചേണ്ടിയിൽ സംസാരിക്കും. മോളൂർ മഅദിൻ മസ്വാലിഹ് സുന്ന സംഘടിപ്പിക്കുന്ന സ്വലാത്തും മർക്കസ് സമ്മേളന പ്രചാരണവും നാളെ വൈകിട്ട് 7 മണിക്ക് നടക്കും. സയ്യിദ് ഹബീബുൽ ബുഖാരി കടലുണ്ടി സ്വലാത്തിന് നേതൃത്വം നൽകും. സമൂഹ നന്മക്ക് പണ്ഡിത സാന്നിധ്യം എന്ന വിഷയത്തിൽ മുഹമ്മദ് ഫാറൂഖ് നൈമി കൊല്ലം പ്രഭാഷണം നടത്തും. SYS കൊടുവള്ളി പഞ്ചായത്ത് ആദർശ സമ്മേളനം ഇന്ന് വൈകിട്ട് 7 മണിക്ക് പാലക്കുറ്റിയിൽ നടക്കും. C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. AP മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുറഷീദ് സഖാഫി കുറ്റ്യാടി പ്രസംഗിക്കും. മർക്കസ് സമ്മേളന വിശേഷങ്ങൾ. മരുമാനസങ്ങളിൽ നനവ് പടർത്തി പാടാം മർക്കസ് ഗീതങ്ങൾ, കോർക്കാം ഇശലിൻ ഹാരങ്ങൾ. പാടാം മർക്കസ് ഗീതങ്ങൾ, കോർക്കാം ഇശലിൻ ഹാരങ്ങൾ. അലിവിന്റെ രാഗമധുരം, മർക്കസ് കനിവിന്റെ സ്നേഹമധുരം. അന്തർദേശീയ തലങ്ങളിൽ പലപ്പോഴും അറിയപ്പെടുന്നത് മർക്കസിലൂടെയാണെന്നും മർക്കസിന്റെ സന്തതികൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര വേദികളിൽ വിവിധ വൈജ്ഞാനിക മത്സരങ്ങളിൽ പങ്കെടുത്ത് ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വയലത്തൂർ സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. വടക്കൻ മേഖല മർക്കസ് സന്ദർശയാത്രയ്ക്ക് മുതലക്കുളം മൈതാനിയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് തുടങ്ങിയ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ മർക്കസ് സന്തതികൾ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് മർക്കസിന്റെ ഈ വളർച്ചയെന്നും സയ്യിദ് യൂസുഫുൽ ബുഖാരി പറഞ്ഞു. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് മുഹമ്മദ് വാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തി. 2013 ജനുവരി 4, 5, 6 തീയതികളിൽ കാരന്തൂർ മർക്കസിൽ നടക്കുന്ന മർക്കസ് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ദക്ഷിണമേഖലാ സന്ദേശയാത്ര ഇന്ന് എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തുന്നു. മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ നയിക്കുന്ന യാത്രക്ക് കോതമംഗലം, കലൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ആലുവയിൽ സമാപിക്കും. യാത്രയുടെ 5ാം ദിവസമായ ഇന്നലെ കോട്ടയം, ഇടുക്കി ജില്ലകളിലായിരുന്നു പര്യടനം. കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിലും ഇടുക്കിയിൽ തൊടുപുഴയിലും സ്വീകരണം നൽകി. ജില്ലയിൽ അതിർത്തി പ്രദേശങ്ങളിൽ യാത്രാസംഘത്തിന് പ്രവർത്തകർ ഊഷ്മള വരവേൽപ്പ് നൽകി. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നേതാക്കളെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ആനയിച്ചു. KSM റഫീഖ് അഹമ്മദ് സഖാഫി ചങ്ങനാശ്ശേരി, K അബ്ദുള്ള സൈദി, അബ്ദുൽ കരീം സഖാഫി, മുഹമ്മദ് അലി കിനാലൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മർക്കസ് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന സന്ദേശയാത്ര നാളെ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും. 2 ദിവസങ്ങളിലായി ജില്ലയിൽ പര്യടനം നടത്തുന്ന യാത്ര 20-ന് മലപ്പുറം കുന്നുമ്മലിൽ സമാപിക്കും. ഉത്തരമേഖലാ യാത്രയെ സയ്യിദ് യൂസുഫുൽ ബുഖാരിയും ദക്ഷിണമേഖലാ യാത്രയെ സയ്യിദ് അലി ബാഫഖി തങ്ങളുമാണ് നയിക്കുന്നത്. യാത്രയെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. ജില്ലയിലെ 8 കേന്ദ്രങ്ങളിലാണ് സ്വീകരണ സമ്മേളനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നാളെ രാവിലെ മലപ്പുറം ജില്ലാ അതിർത്തിയായ വഴിക്കടവിൽ ജില്ലാ നേതാക്കൾ യാത്രയെ സ്വീകരിക്കും. രാവിലെ 10 മണിക്ക് എടക്കര, 3-ന് മഞ്ചേരി, 5 മണിക്ക് കൊണ്ടോട്ടി എന്നിവിടങ്ങളിലെ സ്വീകരണ ശേഷം വൈകിട്ട് 6:30-ന് ചമ്മാട് സമാപിക്കും. 20-ന് രാവിലെ 10 മണിക്ക് തിരൂരിൽ നൽകുന്ന സ്വീകരണത്തോടെ സമാപന ദിവസത്തെ സന്ദേശയാത്ര പ്രയാണം ആരംഭിക്കും. 3 മണിക്ക് പൊന്നാനി, 5 മണിക്ക് വളാഞ്ചേരി എന്നിവിടങ്ങളിലെ സ്വീകരണ ശേഷം 6:30-ന് മലപ്പുറത്ത് സമാപിക്കും. ദക്ഷിണമേഖലാ സന്ദേശയാത്രാ സംഘം 20-ന് പാലക്കാട് ജില്ലയിലെ സ്വീകരണ ശേഷമാണ് മലപ്പുറം ജില്ലയിലെത്തുക. വൈകുന്നേരം 4 മണിക്ക് കരിങ്കല്ലത്താണിയിൽ ജില്ലാ അതിർത്തിയിൽ നിന്നും സ്വീകരിച്ചാനയിക്കുന്ന യാത്ര വൈകിട്ട് 6:30-ന് മലപ്പുറത്തെത്തും. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടക്കുന്ന സമാപന സംഗമത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കും. സമാപന സമ്മേളനത്തിൽ മർക്കസ് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സമസ്ത ഉപാധ്യക്ഷൻ E സുലൈമാൻ മുസ്ലിയാർ, SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയ പ്രമുഖ പണ്ഡിതർ പങ്കെടുക്കും. മർക്കസ് 35ാം വാർഷിക 16ാം സന്നിധിദാന സമ്മേളനത്തിന്റെ ഭാഗമായി ലോക അറബിക് ദിനമായ ഇന്ന് മർക്കസ് വിദ്യാർത്ഥി സംഘടന ഇഹ്യാഉസ്സുന്ന സംഘടിപ്പിച്ച അറബിക് സെമിനാറും പ്രബന്ധ മത്സര വിജയികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങും മർക്കസിൽ നടന്നു. കോളേജ് ഓഫ് അറബിക് ലാംഗ്വേജ്, കോളേജ് ഓഫ് തിയോളജി, കോളേജ് ഓഫ് ശരീഅത്ത്, അറബിക് റിസർച്ച് സെന്റർ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിജയികൾക്കാണ് അവാർഡുകൾ നൽകിയത്. 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സെമിനാർ മർക്കസ് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഷെയ്ഖ് ഹബീബ് അലി അഹമ്മദ് ബുത്തു അബുദാബി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള അബ്ദുൽ ജലീൽ റാസൽ കൈമ, ഷെയ്ഖ് അബ്ദുള്ള മുബാറക് അൽ അരീമി ഒമാൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു. മർക്കസ് 35ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം തെർബിയത്ത് സ്റ്റുഡൻസ് യൂണിയൻ കൊടിയത്തൂർ പഞ്ചായത്തിൽ കാൽനട പ്രയാണം നടത്തി. സൗത്ത് കൊടിയത്തൂരിൽ കീലത്ത് മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണങ്ങളിൽ മുഹിയുദ്ദീൻ പൂക്കോട്ടൂർ, അനസ് കൊടത്തൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമാപന യോഗത്തിൽ മുഹമ്മദ് ഫസൽ മുക്കം പ്രസംഗിച്ചു. സ്റ്റുഡൻസ് യൂണിയൻ നേതാക്കൾ പ്രയാണത്തിന് നേതൃത്വം നൽകി. SSF മാനിപുരം സെക്ടർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മർക്കസ് സമ്മേളന പ്രചാരണ വാഹനജാഥ സംഘടിപ്പിച്ചു. വിവിധ യൂണിറ്റുകളിൽ നൽകിയ സ്വീകരണങ്ങളിൽ ഉമർ സക്കാഫി നെല്ലാങ്കണ്ടി, ഷമീർ സക്കാഫി വാവാട്, അബൂബക്കർ കളരാന്തിരി തുടങ്ങിയവർ പ്രസംഗിച്ചു. മർക്കസിന്റെ സന്ദേശം എന്ന ശീർഷകത്തിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഷറഫുദ്ദീൻ സക്കാഫി കുറ്റിപ്പുറം വലിയോറ പാണ്ഡികശാലയിൽ പ്രസംഗിക്കും. കൊച്ചി മെട്രോ അന്തിമ തീരുമാനം കേന്ദ്രമന്ത്രി കമൽനാഥ് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കമൽനാഥ് അടുത്ത മാസം 8-ന് കൊച്ചിയിൽ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മർക്കസ് കേരളത്തിന്റെ അഭിമാനം സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ. മർക്കസ് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ദക്ഷിണമേഖലാ സന്ദേശയാത്ര ഇന്ന് എറണാകുളം ജില്ലയിൽ. സന്ദേശയാത്ര നാളെ മലപ്പുറം ജില്ലയിൽ. വിലക്കയറ്റത്തിനെതിരെ LDF ഉപവാസം. വിലക്കയറ്റം തടയുന്നതിനുള്ള നടപടികൾ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം.
മലപ്പുറം വേങ്ങരയിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 20ലധികം വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച അധ്യാപകനെതിരെ കേസ്. ഡൽഹിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ പീഡനം, 3 പേർ അറസ്റ്റിൽ. UAEയിൽ കനത്ത മഴ, 400 വാഹനാപകടങ്ങൾ. ഇതോടെ KMAC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMAC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.